ഒരു ടീമിന്റെ മാത്രം എന്നല്ല, മറിച്ച് ഒരു പൊതു സ്വത്താണ് ലീഡേഴ്സ് എന്നാ പറഞ്ഞത്. ITC റാങ്ക് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മൈലേജ് സ്റ്റൈലിന്റെ അവരുടെ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ അസറ്റ് ആണ് ഒരു ITC ലീഡർ എന്ന് പറഞ്ഞത്. സോ അങ്ങനത്തെ നമ്മുടെ ഏജിയുടെ, കാരണം എല്ലാവരും ഏജിലേക്ക് കടന്നു വന്ന ഏതൊരു വ്യക്തിയും വിജയിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാവർക്കും വളരെയധികം അത്യാവശ്യമായ, കാരണം ഈ കാലഘട്ടത്തിൽ നമ്മളൊരു ടീം ബിൽഡ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായ ഈ ഒരു പ്രൊഡക്റ്റ് ട്രെയിനിങ് എന്ന ആശയം വളരെ ശക്തമായിട്ട് മനസ്സിലാക്കി കൊണ്ടുവരികയും അത് മൊത്തം ടീമിന്, നേരത്തെ ബെല്ലി സാർ പറഞ്ഞതുപോലെ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലല്ല അദ്ദേഹത്തിന്റെ വിഷൻ. അതായത് ഒരു ക്വാളിറ്റി ലെവലില്, അത് ഒരു പക്ഷേ പ്രൊജക്ടർ സ്ക്രീനിലുള്ള LED വോൾ വേണം, സൗണ്ട് സിസ്റ്റം എല്ലാം വളരെ ശക്തമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്ന് നമുക്ക് ഏറ്റവും എന്താ പറയാ ശക്തമായിട്ട് ലഭ്യമാവുന്ന നളന്തയില് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഹാളൊക്കെ ബുക്ക് ചെയ്ത് നമുക്ക് വേണ്ടി പ്രോഗ്രാമിന് പിന്നിൽ വളരെയധികം എന്താ പറയാ എഫേർട്ട് എടുത്ത് ലീഡേഴ്സിന്റെ ഡേറ്റ് വാങ്ങി നമുക്ക് വേണ്ടി പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് തരുന്ന നമ്മുടെ ശൈലേഷ് സാറാണ് ഈ പ്രോഗ്രാമിനെ പറ്റി 2 വാക്ക് വേണ്ടി നമുക്ക് സംസാരിക്കാൻ വരുന്നത്. സോ എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, എല്ലാവരും വീഡിയോ ഓണാക്കി തന്നെ സാറ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. കാരണം ഈ ഇൻഡസ്ട്രി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, പലരുടെയും ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണ്. ആ മാറ്റത്തിന് മുന്നോടിയാവാൻ വേണ്ടി ഈ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിനെ പറ്റി 2 വാക്ക് പറയുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ITC ലീഡർ ശൈലേഷ് സാർ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സാർ പ്ലീസ്. നമുക്ക് ഒരുപാട് എക്സൈറ്റ്മെന്റ് ന്യൂസുകളും കാര്യങ്ങളൊക്കെ പടിവാദിക്കലാണ്. അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയും. അത് ഒഫീഷ്യലി കമ്പനിയുടെ ഭാഗത്ത് കുറച്ചുകൂടി അറിയിപ്പ് വരണം എന്നുള്ളതുകൊണ്ടാണ് ബെല്ലി സാറ് ചില ഹിന്റുകൾ മാത്രം തന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചത്. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ പറയൂല. വളരെ വളരെ എക്സൈറ്റ്മെന്റിലും ത്രില്ലിലുമാണ്. അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള ഒരു ഡിസ്കഷൻ ഇന്നലെയും ഇന്നുമായിട്ട് ബെല്ലി സാറും ഞാനും തമ്മിൽ നടന്നിരുന്നു. ഒന്ന്, ശക്തമായ മഴ കാരണം നമുക്ക് ഈ പ്രോഡക്റ്റ് ട്രെയിനിങ് നടത്തുകയാണെങ്കിൽ നമ്മളത് എങ്ങനെ ബാധിക്കും എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമോ, ബെല്ലി സാറും പറഞ്ഞത് ഈ പ്രോഗ്രാം കഴിയുകയാണെങ്കിൽ നമുക്കൊന്ന് മാറ്റിവെക്കാം. കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമ്പോഴാണ് നമ്മളുടെ കമ്പനിയുടെ മീറ്റിംഗ് സെന്ററൊക്കെ മീറ്റിംഗ് നടക്കുന്ന ആ ഹാളിൽ നമുക്കത് വർത്താവും. പ്രത്യേകിച്ച് സൗണ്ടും അതേപോലെ തന്നെ LED വാളും അതേപോലെ തന്നെ നമുക്ക് മാക്സിമം ക്രൗഡിനെയും പങ്കെടുപ്പിച്ചാൽ മാത്രമേ അത് ടാലിയായി പോകും. ചെറിയൊരു എൻട്രി ഫീസ് ആണല്ലോ വാങ്ങുന്നത്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ക്രൗഡ് കുറഞ്ഞാൽ, പ്രത്യേകിച്ച് ഡയമണ്ട് ഒക്കെ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി അനൂപ് സാറൊക്കെ വളരെ റെയർ ആയിട്ട് മാത്രമേ ഇവിടെ വരാറുള്ളൂ. അങ്ങനെ പങ്കെടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ക്രൗഡ് കുറഞ്ഞാൽ അത് എഫക്റ്റീവ് ആവുകയില്ല. അതുകൊണ്ട് 2 വെല്ലുവിളികൾ ഉള്ളത് കൊണ്ട് താൽക്കാലികമായി അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട കുറച്ച് ലീഡേഴ്സിനൊക്കെ CTC പോലുള്ള ലീഡർമാരൊക്കെ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തതാണ്. പക്ഷേ ഇന്നോടുകൂടി അത് ചിത്രം മാറി. അത് മാറാനുള്ള കാരണം ബെല്ലി സാറ് പറഞ്ഞ ഈ കാര്യമാണ്. അതായത് കമ്പനിയുടെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്ന ഒരു വലിയൊരു മാറ്റം, അത് ഒരു നമുക്ക് പലതരത്തിലുള്ള എന്താ പറയുക, നിങ്ങളെ ത്രസിപ്പിക്കുന്ന, നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ആവുന്ന കുറെ മാറ്റങ്ങൾ കമ്പനിയുടെ അനൗൺസ്മെന്റിൽ ഈ വീക്കിലോടുകൂടി വരാൻ വേണ്ടി പോവുകയാണ്. അത് വരുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് ട്രെയിനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. 1000കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. കാരണം ഒരുപക്ഷെ ഒരു 3 മുതൽ 6 മാസം വരെ 6 മാസം കൊണ്ടൊക്കെ ടീമിന്റെ അകത്ത് ഇത് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കും ഗ്യാപ്പ് വരിക. കാരണം ഇത് എന്താണ്, ഇത് എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് മാതൃകയാവേണ്ടത്. ഒരുപക്ഷെ ലീഡർമാർക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉൾപ്പെടെയുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ നമുക്കൊരു 3 മന്ത്സ് എങ്കിലും ഇതിന്റെ ഒരു ഗ്യാപ്പ് വരും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ അനുഗ്രഹീതരാണ്. കാരണം എന്ന് പറയുന്നത്, കമ്പനി മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് ITC, അതല്ലെങ്കിൽ WTC അല്ലെങ്കിൽ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്ന ലീഡേഴ്സ്. ആ 3 ലീഡേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് ITC പോലുള്ള ലീഡർമാരും WTC അതേപോലെ ഡയമണ്ട് എക്സിക്യൂട്ടീവുള്ള ആളുകൾ നമുക്ക് ഞായറാഴ്ച നമുക്ക് വേണ്ടി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് തരുന്ന എല്ലാ പ്രോപ്പർ ഇൻഫർമേഷനും അത് അവിടെ നിന്ന് ഒരു മെസ്സേജിലൂടെ ഒരു പക്ഷേ കാര്യങ്ങൾ മനസ്സിലാവാതെ പോയ ആളുകളെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ആവാൻ, അതിനുവേണ്ടി എങ്ങനെ നമ്മൾ മുന്നൊരുക്കങ്ങൾ നടക്കണം, എന്തൊക്കെ പ്ലാനിങ്ങുകൾ വേണം, എന്തൊക്കെ പദ്ധതികൾ വേണം, എന്തായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫ്യൂച്ചർ പ്ലാൻ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് അനൂപ് സാറിന്റെ വാക്കുകളിലൂടെ കേൾക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ വളരെ എന്താ പറയാ, എന്നെ സംബന്ധിച്ച് വളരെ എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയതിന് ശേഷം കമ്പനി മാനേജ്മെന്റുമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും, 1000കണക്കിന് ആളുകൾ വെച്ച് നടത്തുന്ന പ്രോഗ്രാം ആവാൻ സാധ്യത പോലും ഉണ്ട്. കമ്പനി മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ ഇതുവരെ കമ്പനി പല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അതായത് കമ്പനി GTS സെന്റർ ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം
അതിൻ്റെ അകത്ത് നമുക്ക് ബെനിഫിറ്റ് ആയി. ഒരുപക്ഷെ ഒരു കാറിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഗസ്റ്റുകളെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 4-5 ആളുകളൊക്കെ ഗസ്റ്റുകൾ പങ്കെടുപ്പിക്കുമ്പോൾ ചിലപ്പോൾ അവർ എൻട്രി ഫീസ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ലക്ഷങ്ങളും കോടികളെയും കണക്ക് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ 30 രൂപ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിട്ട് പിന്നെ ചെറിയ പൈസയാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ചെറിയ പൈസയാണെങ്കിലും എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കട്ടെ, ലീഡർ അത് എടുത്തു തരട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ 3, 4, 5 പേരുടെ ടിക്കറ്റുകളൊക്കെ എടുത്തിട്ട് ആൾക്കാരെ കയറ്റാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റും. ഒരുപക്ഷെ ഒരു 10-100 രൂപ കൊടുത്ത് ഏരിയയിൽ നിന്ന് നമുക്ക് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വലിയ മാറ്റം റിക്രൂട്ട്മെന്റിന്റെ അകത്തൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. ഈ ബിസിനസിന്റെ അകത്ത് വോളിയത്തിലൂടെയും അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിലൂടെയാണ് നമ്മൾ ബിസിനസ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും വോളിയം മാത്രമായിട്ടാണ് കൂടുതൽ ആളുകൾ ഒരു 70%, 80%, 90% ആളുകളൊക്കെ വോളിയത്തിലൂടെയാണ് ബിസിനസ് കണ്ടെത്തിയെങ്കിൽ ഇനി മാൻ പവറിലൂടെ ബിസിനസ് കണ്ടെത്താൻ ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമായിരിക്കും കമ്പനി മാനേജ്മെന്റ് എടുത്തത്. അതായത് എൻട്രി ഫീസ് ഇല്ലാതെ ഓൾ കേരള ഈ പറയുന്ന കമ്പനി GTS ഫ്രീ ആക്കാനുള്ള തീരുമാനം. അതുകൊണ്ട് പല ആളുകൾക്കും ഒരു 3, 4, 5 ഈ കമ്പനി GTS സെന്ററുകൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഇതോടുകൂടി കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ പ്രോഡക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഒരു മാറ്റം, ഒരു സ്ഥിര വരുമാനം ഉറപ്പിക്കാനും ഇനി കമ്പനിയുടെ ഭാഗത്ത് വരാൻ വേണ്ടി പോകുന്ന പ്ലാനിൽ വരാൻ വേണ്ടി പോകുന്ന പലതരത്തിലുള്ള മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ നിങ്ങൾ പങ്കെടുപ്പിക്കുക. കാരണം എന്താണ്, ഒരു വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ആരോഗ്യ സംരക്ഷണം എന്താണ്, എന്റെ ഇഷ്ടമായ ആരോഗ്യപരമായ മാനസികമായ ഒരു തയ്യാറെടുപ്പ്, ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളുടെ നാട്ടിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തയ്യാറെടുപ്പിന് വേണ്ടി ഏറ്റവും ആളുകൾ കൂടുതൽ പ്രിപ്പയർഡ് ആവുന്നത് മഴക്കാലത്താണ്. ആ മഴക്കാലമാണ് ഇപ്പൊ വരാൻ വേണ്ടി പോകുന്നത്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസത്തിലാണ് നിങ്ങൾ ആയുർവേദം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആയുർവേദത്തിന്റെ ഭാഗമായി നിങ്ങൾ പിന്നെ പല ജീവിതശൈലി രോഗങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, കൊളസ്ട്രോളും ശരീരത്തിലുണ്ടാവുന്ന ടോക്സിൻസിനെയും കൊഴുപ്പിനെയൊക്കെ ഒഴിവാക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കാലമായി ഞാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ശരീരത്തിനെ നോക്കുന്നില്ല, മനസ്സിനെ നോക്കുന്നില്ല, ഒരു ശരിയായ രീതിയിലുള്ള ഒരു പ്രോപ്പർ ഹെൽത്ത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അതിനുള്ള ഒരു മാസമാണ് ഈ പറയുന്ന ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാര്യ ഭർത്താവ് നിർബന്ധമായിട്ടും ഈ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യുക. കാരണം നിങ്ങളെ കുടുംബത്തിന്റെ ആരോഗ്യം നോക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ പക്ഷേ അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഭാര്യ ഭർത്താവ് മക്കള് അല്ലെങ്കിൽ അച്ഛൻ അമ്മ പ്രായമായ ഇവർക്കൊക്കെ ഏത് പ്രൊഡക്റ്റ് കൊടുക്കണം, അതിന്റെ ഡോസ് എത്ര, അത് എത്ര കാലം ഉപയോഗിക്കണം എന്നുള്ള അവയർനെസ് നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആയോ? അതുകൊണ്ട് ശരിയായ നാവിലൂടെ ശരിയായ ആളിലൂടെ ശരിയായ രീതിയിൽ അതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നിർബന്ധമായും ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ പ്രോഡക്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യേണ്ടത് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ്. കാരണം ഇപ്പൊ മൈലേജ് മാർക്കറ്റിംഗിൽ നമ്മൾ ആദ്യം വെക്കുന്ന മുദ്രാവാക്യം ഹെൽത്ത് ആണ്, രണ്ടാമത്തത് വെൽത്ത് ആണ്. അതേമാതിരി ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ പറയാറ്. അതുകൊണ്ട് വെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അതാണ് യഥാർത്ഥ വെൽത്ത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഹെൽത്ത് ആണ് യഥാർത്ഥ വെൽത്ത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 150 രൂപ നിങ്ങൾ അതിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു മാറ്റം നിങ്ങളെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കൊണ്ടുവരാൻ പറ്റും. ഇത്രയും അനുകൂലമായ സാഹചര്യം ഉണ്ടാവില്ല. പിന്നെ LED വാൾ. എന്തിനാണ് LED വാൾ വെക്കാൻ കാരണം? LED വെക്കാൻ കാരണം നിങ്ങൾക്ക് സീയിങ് ഈസ് ബിലീഫ് എന്നാ പറയാ. എന്ന് പറഞ്ഞാൽ കാണുന്നതാണ് കൂടുതൽ വിശ്വസിക്കുക. അതുകൊണ്ട് കേൾക്കാൻ നിങ്ങൾക്ക് അവിടെ പറ്റും. കാരണം നിങ്ങൾക്ക് ആ ട്രെയിനിങ്ങിലൂടെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. പക്ഷെ കേൾക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് ആ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ഏത് പ്രൊഡക്റ്റ് ആണ്, ഏത് ഇൻഗ്രീഡിയൻസ് ആണ്, അതിനെ സപ്പോർട്ടീവായിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ കമ്പനി മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ്, അങ്ങനെ ഓരോരോ കാര്യത്തിന്റെ അകത്തും മൈൻഡ് റീഡിംഗ് പോലെ നിങ്ങൾക്ക് ആ പറയുന്ന ആശയത്തിന് ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലും, ഏത് തരത്തിലും, ഇൻഫർമേറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിഷ്വൽ കാര്യങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അനൗൺസ്മെന്റ് ആയിക്കോട്ടെ, അതല്ലേ പോലെ നിങ്ങളുടെ ആരോഗ്യകരമായ കാര്യമായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരു 5-10 കാര്യങ്ങൾ കോർത്തിണക്കിയ ഒരു ട്രെയിനിങ് ആയിട്ട് ആ ട്രെയിനിങ് മാറും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും നിങ്ങൾക്ക് വേണ്ട. ക്ലിയർ ആവുകൊണ്ട് അത്രയേറെ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആണ്. അതുകൊണ്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. അതുകൊണ്ടായിരുന്നു ഇത് മാറ്റിവെക്കണം നമ്മൾ ചിന്തിച്ചത്. പക്ഷേ ഈ 500 ചിലാണ് ആളുകൾ ഇതിനോട് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാലാവസ്ഥയിനെയും, എല്ലാ വെള്ളപ്പൊക്കത്തിനെയും, എല്ലാ പ്രയാസങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റുന്ന സാഹചര്യം നമുക്കുണ്ട്. അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും ഇപ്പൊ വീട്ടിൽ ആ ഭാര്യയും ഭർത്താവും പങ്കെടുക്കണം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു 150 രൂപ ഒരാൾക്ക് എൻട്രി ഫീസ് വെച്ച്, അതായത് ഒരു 300 രൂപ ഉണ്ടാവും ഒരാൾക്ക് ഭാര്യയും ഭർത്താവും പങ്കെടുക്കുകയാണെങ്കിൽ. ഇത് നിങ്ങളുടെ ഒരു RTC അബവ് ഉള്ള അല്ലെങ്കിൽ NTC അബവ് ഉള്ള ലീഡർമാരെ കയ്യിലേക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കുക, ഗൂഗിൾ പേ അയച്ചു കൊടുക്കുക. ക്ലിയർ ആയോ? എന്നിട്ട് ഇന്നോടുകൂടി നാളെയോടുകൂടി ആ ടിക്കറ്റ് നമ്മൾ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് കളയാം. ക്ലിയർ ആയോ?
എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ആ പ്രോഗ്രാം ഏറ്റവും ഭംഗിയായി നടക്കണമെങ്കിൽ നമുക്ക് അതിന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. LED വാള് നമുക്ക് സംഘടിപ്പിക്കണം. അതേപോലെ തന്നെ നമുക്ക് സൗണ്ട് സിസ്റ്റം ഓക്കെ ആക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് മഴ പെയ്യുമ്പോൾ ആരെങ്കിലും വരുമോ അല്ലെങ്കിൽ വരാതിരിക്കുമോ, എത്ര ആളുണ്ടാവും, ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ച് നമ്മൾ അതിന്റെ പുറകെ നടക്കണ്ട. നിങ്ങൾ എല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോഗ്രാം നന്നാക്കാൻ പോകും പറ്റും. ക്ലിയർ ആയോ? അപ്പൊ കൂടുതൽ ആളുകളൊന്നും പങ്കെടുപ്പിക്കേണ്ട. ഇത് ഇങ്ങനത്തെ ഒരു ട്രെയിനിങ് നടക്കുന്നുണ്ടെങ്കിൽ ലവ്ലിയൻസ് ആയിട്ട് ബന്ധപ്പെട്ട മറ്റുള്ള ടീമിലുള്ള ആളുകളൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ആർക്കും അതിന്റെ പെർമിഷൻ കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ഒരു 1000-1500 ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. 500 ചിലാണ് 510 ആൾക്കാർ ഇന്നത്തെ മീറ്റിംഗിലുണ്ട്. ഒരു 2 പേരെ കൊണ്ടുവന്നെങ്കിൽ 1000 ആയി. 1000-ന് മേലോട്ട് അവിടെ പങ്കെടുക്കാനേ കഴിയൂല. ക്ലിയർ ആയോ? അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ സാഹചര്യം നിങ്ങൾ അനുകൂലമാക്കി എടുക്കുക. അതുകൊണ്ട് ഇതൊരു വലിയ ബിസിനസ് ആണെന്നും നിങ്ങൾ മുതൽ മുടക്കുന്ന പൈസ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്നും ഒരു 150 രൂപയ്ക്ക് ഞാൻ ഉറപ്പിച്ച് ഗ്യാരണ്ടി ഞാൻ പറയാം. ഒരു 1000-2000 രൂപേന്റെ വെർത്ത്, ഒരു 10000 രൂപേന്റെ വെർത്ത് കൂട്ടിക്കോ. ഒരു 10000 രൂപേന്റെ വെർത്ത് നിങ്ങൾക്ക് അതിന്റെ ഭാഗമായി കിട്ടിയിട്ടില്ലെങ്കിൽ ആ പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന രീതിയിൽ ഞാൻ ഈ AIG എന്ന് പറയുന്ന ഗ്രൂപ്പിന് വേണ്ടിയിട്ടുമാണ് ഞാനത് ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല. ഈ പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന രീതിയിൽ ആ പ്രോഗ്രാം വെർത്ത് അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സീറ്റിൽ ഏതെങ്കിലും കോണിൽ ഞാൻ ഉണ്ടാവും. നിങ്ങൾക്ക് എന്നോട് വന്ന് പറയാം, സാറേ നിങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ 150 രൂപ തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ പറയുന്ന പ്രോഗ്രാം അത്ര വെർത്തായില്ല, അതുകൊണ്ട് കാശ് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ തരാൻ ഞാൻ റെഡിയാണ്. നിങ്ങൾ അതിന് വേറെ ഒന്നും പറയണ്ട, ഒരു ന്യായീകരണം പറയണ്ട. പ്രോഗ്രാം നല്ലതല്ല എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞാൽ ആ ഗൂഗിൾ പേയിൽ ആ സാധനം നിങ്ങൾ തിരിച്ചു തരും. അത്രയും ഗ്യാരണ്ടിയാണ് ഈ പ്രോഗ്രാമിനെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന വാക്കിന് വിശ്വാസത്തോടെ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ അതിന്റെ പേയ്മെന്റ് അയച്ചു കൊടുത്ത് അതിനെ ബ്ലോക്ക് ചെയ്യുക. അപ്പൊ ഒരു ട്രെയിനിങ്ങിന് പ്രാധാന്യമുണ്ടെങ്കിൽ, ഒരു ട്രെയിനിങ്ങിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം, അലസരായി നിൽക്കുന്ന, പോകണോ പോകണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പല ആളുകളും നിങ്ങളുടെ ടീമിൽ നിന്ന് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ തയ്യാറാണ്. നേരെ മറിച്ച് 1000 ടിക്കറ്റ് ഉണ്ടല്ലോ, എനിക്ക് മഴയുണ്ടെങ്കിൽ പിന്നെ ഞാൻ പോകണ്ട, മഴയില്ലെങ്കിൽ പോകാം എന്ന് വിചാരിക്കുന്ന ഒരുപക്ഷെ മടിയന്മാരായ പല ആളുകളും നിങ്ങളുടെ ടീമിലുണ്ടെങ്കിൽ ആ പറയുന്ന ആളുകൾ അറ്റൻഡ് ചെയ്യാത്ത ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ ഗ്രോത്ത് റേറ്റ് കുറയും. അതുകൊണ്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ടീമിനെ ഓക്കെ ആക്കാൻ നമുക്കറിയാം. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൺഫർമേഷൻ കിട്ടിയാൽ ടീം ഓട്ടോമാറ്റിക് കൺഫർമേഷൻ വരും. അപ്പൊ കിട്ടുന്ന പൈസയ്ക്ക് അനുസരിച്ചിട്ട് 100 ടിക്കറ്റ് 100, 200, 300, 400, 500 എന്ന് പറഞ്ഞിട്ട് ഇത് ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന ഉറപ്പിച്ച് ഞാൻ പറയാ, അതിനകത്ത് ഒരു 200, 300, 400, 500 ആളുകൾ ടിക്കറ്റിന് ഡിമാൻഡ് ആയിട്ട് വരും. അതുകൊണ്ട് ഒരു ഡിമാൻഡ് ഉണ്ടാക്കാൻ, ഈ ട്രെയിനിങ്ങിന് ഡിമാൻഡ് ഉണ്ടാക്കാൻ, ടിക്കറ്റിനകത്ത് കുറച്ച് ഡിമാൻഡ് ഉണ്ടാക്കാൻ നിങ്ങൾ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം നമുക്ക് വേണമെന്നും അത്തരം അനുകൂലമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പൊ നമ്മളെ കടന്നു പോകുന്നതുകൊണ്ടും ഇതിന്റെ ഒക്കെ ഗുണം നിങ്ങൾക്ക് ഞായറാഴ്ച തുറന്ന ദിവസം ഞാൻ ഈ ബെന്നി സാർ സംസാരിച്ച് ധനീഷ് മാധവ് സാർ സംസാരിച്ചതിന്റെ വേണം ഒരു ഗുണം എന്താണ് എന്ന് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുമെന്ന് മാത്രം തൽക്കാലം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗിൽ ആദ്യമായി സംസാരിച്ച ബഹുമാനനായ ഡയമണ്ട് WTC ലീഡർ ബെന്നി സാർക്കും ഇതിനെ നല്ല രീതിയിൽ ഹോസ്റ്റ് ചെയ്ത നമ്മളുടെ അപ്കമിങ് ITC ലീഡർ ധനീഷ് മാധവൻ സാറിനും അതേപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും കൃത്യമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് തൽക്കാലം ഈ പ്രോഗ്രാം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്.